തമിഴിലും ഭയങ്കര ഫാൻ ഫോളോയിങ് ആണ്. ഇപ്പം പൊളിറ്റിക്കലി വെച്ച് നോക്കിയാലും ഭയങ്കര ഇപ്പം മേജർ പൊളിറ്റീഷ്യൻസ് എല്ലാം ആക്ടിങ് എന്ന് വന്നാണ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു സിനിമയിൽ അല്ലേ. പക്ഷേ ഒരു പാരലൽ മൂവി, ഒരു കുറച്ചുകൂടെ വലിയ ഹൈപ്പില്ലാത്ത പാരലൽ മൂവിക്ക് പണ്ടത്തെക്കാളും ഇപ്പോൾ ആക്സെപ്റ്റബിലിറ്റി ഉണ്ടോ തമിഴിൽ? It is getting better, like for the audience. For example, മലയാളത്തിൽ ലൈക്ക് കുറച്ച് സ്ലോ, നല്ല ലൈഫും നല്ല സെലിബ്രേഷനും ഇരുന്ന പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് സെലിബ്രേറ്റ് ഇറ്റ്. തമിഴിൽ கொஞ்சம் ഒരു ഡാൻസ്, ഒരു ഫൈറ്റ് പ്രൊഡക്ഷനിലിருந்து എല്ലാവരും അത് കേൾക്കരുതുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് ഇസ് എ മോർ എൻ്റർടൈനിങ് ഫിലിം ആകறதுக்கு ഉണ്ടാണത്. ബട്ട് ഇപ്പോൾ വി ആർ ടോക്കിംഗ് ഓൾസോ ലൈക്ക് ഇപ്പോൾ 3BHK, ടൂറിസ്റ്റ് ഫാമിലി, ഇത് എല്ലാം നല്ല എമോഷണലാണ്, ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫിലിം. ബട്ട് ഇറ്റ് ഇസ് റണ്ണിങ് ഗുഡ്. ഒരു നല്ല എക്സ്ചേഞ്ച് ഫ്രം മലയാളം ആൻഡ് തമിഴ് ഇസ് ഹാപ്പനിങ്. ലോ ബഡ്ജറ്റ് പടല്ലേ മമ്മൂക്ക അടക്കം പലപ്പോഴും സംസാരിച്ചിട്ടുള്ള പെരിയാറും മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും സിനിമകളിലൊന്നാണ്. അതൊന്നും അധികം ബഡ്ജറ്റുള്ള പടങ്ങളല്ലല്ലോ. കാക്കാമുട്ടായി ഈസ് ഓൾസോ ലൈക്ക് വെരി ലോ ബഡ്ജറ്റ്. സോ ഇപ്പോൾ ദ അക്സെപ്റ്റൻസ് ഇസ് ഗുഡ്. ഇപ്പോൾ മലയാളത്തിൽ நிறைய കമേഴ്ഷ്യൽ എലിമെന്റ്സ് இருக்கிற ഫിലിംസ് ഉണ്ടല്ലോ. ഇപ്പോൾ നല്ല ഫൈറ്റ്സും நல்ல சாங்ஸும். ஸோ அந்த கொலாபரேஷன் இஸ் தேர் ஃப்ரம் அங்கிருந்து கொஞ்சம் இங்கிருந்து கொஞ்சம் அப்படிங்கிற மாதிரி இட் இஸ் டெவலப்பிங் இன் அ வெரி குட் ஸ்டேட். இன்னைக்கு நல்ல படம் எது செய்தாலும் இட் இஸ் ஒர்க்கிங் அப்படிங்கிற ஃபீலிங் இஸ் தேர்.